ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ടീം നാച്ചിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. ടീം നാച്ച് എന്ന് പറയുന്നത് ഇതിനകത്ത് 2 പേരുണ്ട്, നിക്കോൾ ആൻഡ് സോണൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം അവർ കൊച്ചിയിലേക്ക് വരികയാണ്. അപ്പം ഞാൻ അവരുടെ വർക്ക്ഷോപ്പിന് പോകാറുണ്ട് ശരിക്കും. അപ്പോൾ എനിക്ക് ഡാൻസ് വർക്ക്ഷോപ്സിന് പോകുന്ന ദിവസമല്ല എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. കാരണം ഞാനിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. അപ്പം നല്ല രസമാണ് എനിക്കിങ്ങനെ ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്യാനായിട്ട് ഭയങ്കര രസമാണ്. അപ്പം അല്ല അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാം. അങ്ങനെയാണ് ഞാൻ ഒരു 5:30 എണീക്കണം എന്ന് വിചാരിച്ച്. എന്നാലും നമുക്ക് കറക്റ്റ് ഇവിടുത്തെ വീട്ടിൽ ഈ മറ്റേ ലൈറ്റൊക്കെ കിട്ടുന്ന സ്ഥലമൊക്കെ നോക്കി വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നതാണ്. പക്ഷേ നടന്നില്ല. കാരണം ഞാൻ എണീറ്റപ്പോൾ തന്നെ 6:30 എനിക്ക് 9 മണിക്ക് തൃപ്പൂണിത്തുറ അല്ല അത് തൃപ്പൂണിത്തുറയാണ്. പക്ഷേ എനിക്ക് കറക്റ്റ് എങ്ങനെയും പോകണമെന്നൊന്നും അറിയത്തില്ല. ഞാൻ തൃപ്പൂണിത്തുറ വരെ പോയിട്ട് ബാക്കി നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിശന്നു. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പോയി കഴിക്കാം. അപ്പോൾ കഴിക്കാൻ നോക്കിയപ്പോൾ ഇഡ്ഡലി സാമ്പാറും ഞാൻ കുറച്ച് സെൽഫായിട്ട് എന്തെങ്കിലും ഉണ്ടായി കഴിക്കണം തോന്നിയിട്ട് ഞാൻ ഒരു മുട്ട എന്താ നോക്കുന്നത്, ഞാൻ ടോണർ ചെയ്തായിരുന്നു. സെറം അടുത്തത് സെറം. അപ്പം ഞാനിങ്ങനെ മുട്ട എടുത്തിട്ട് പുൾസ അടിക്കാൻ നോക്കി. പുൾസാണോ ഓംലെറ്റാണോ വടവർ ആ സാധനം അടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും മര്യാദക്കൊന്നും വരുന്നില്ല. ആ ഒരു പാൻ എന്തോ കുഴപ്പമുണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്താണെങ്കിലും അതും തേഞ്ഞു. കാരണം ഇന്നെനിക്ക് തോന്നുന്നത് ദിവസം അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ചെറിയ കാര്യങ്ങളിങ്ങനെ നമുക്ക് ഉദ്ദേശിച്ച പോലെ നടന്നില്ല എന്ന് വെച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കരുത് എന്നൊന്നുമില്ല. നമ്മളെപ്പോഴും പോസിറ്റീവായിരിക്കും. ഓക്കെ, ഐ അപ്ലൈഡ് മോയ്സ്ചറൈസർ ഇത് സെറായിരുന്നു. അത് സെറം അപ്ലൈ ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ is important part. Moisturizer itta the next part sunscreen is very important. കാരണം നല്ല ചൂടും വെയിലും ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. മോയ്സ്ചറൈസർ ഇട്ടത് കുറച്ച് കൂടി പോയെന്ന് തോന്നുന്നു. ഇങ്ങനെ നോക്കാൻ മറ്റേ ഗ്ലാസി സ്കിൻ്റെ പോലെ ഗ്ലാസി സ്കിൻ്റെ നല്ലത്. മറ്റേ ഇവിടുന്ന് വെട്ടടിക്കുന്നുണ്ടായിരുന്നില്ല. പോയാ സൂര്യൻ്റെ പാട് നോക്കിപ്പോയി. ഓക്കെ, ഇനി നെക്സ്റ്റ് പാർട്ട് ഈസ് ഈ സാധനം. എനിക്ക് നല്ല ഉറക്കമൊക്കെ കിട്ടുന്നത് കൊണ്ട് ഈ പറഞ്ഞ പോലെ അണ്ടറയിലൊക്കെ എനിക്കിത് അപ്ലൈ ചെയ്യാനുള്ള കറക്റ്റ് മെത്തേഡെന്ന് പറഞ്ഞുകൂടാ. എനിക്കറിയാവുന്ന പോലെയൊക്കെ ഇങ്ങനെ ഇതങ്ങ് ചെയ്ത് കൊടുക്കും. അപ്പം ഞാനിപ്പം എങ്ങനെ ഇരുന്നാലും എനിക്ക് വലിയ കുഴപ്പമില്ല. ഈ സാധനം നമ്മളിതിങ്ങനെ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ നമ്മൾ ഇതിനെ എന്തോ പറയുമല്ലോ ഇങ്ങനെ ചെയ്യുന്നതിനെ. അയ്യോ മറന്നുപോയി. ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇങ്ങനെയെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇതിന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അത് തന്നെ സാധനം. അപ്പോൾ മറന്നുപോയി ഇതൊക്കെ. രാവിലെ ഈ ചടപടേന്നായതുകൊണ്ട് ഒന്നും അങ്ങോട്ട് പെട്ടെന്ന് വരുന്നില്ല. നെക്സ്റ്റ് പാർട്ട് ഈസ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. ഇതിനകത്ത് ക്യാമറ വലിയ സുഖമില്ല. ക്യാമറ സുഖമല്ല, ഇവിടെ വെട്ടമില്ലാത്തതുകൊണ്ട് ഒരു സുഖം തോന്നിക്കുന്നില്ല. ഓക്കെ, എൻ്റെ മുടി
നല്ല ചൂടുണ്ട്, കാരണം ഈ പനി ആയതുകൊണ്ട് നല്ല ചൂട് വെള്ളമാക്കി വെച്ചതാണ്. അതൊന്നും കൊള്ളല്ലേ. ചൂടുവെള്ളം കൂടിയപ്പോൾ എന്തോ ഒരു സുഖം പോലെ. ഞാൻ കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം രാവിലെ പോയി നമുക്ക് മറ്റേ എനർജി വേണ്ടേ രാവിലെ ഡാൻസ് ചെയ്യാൻ. അയ്യോ, എനിക്ക് അവിടെ പോകുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാകും. ഇനി അവിടെ എത്തുന്നത് വരെ ഈ പറഞ്ഞ പോലെ ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് എൻ്റെ ഫേസിൽ കാണും. ഞാനിങ്ങനെ പോകുമ്പോൾ എനിക്ക് ആ ഒരു ദിവസം എനിക്ക് രാവിലെ എണീറ്റ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തോ വല്ലാത്തൊരു ഹാപ്പിനെസ്സാണ്. അപ്പം ഞാൻ ഓഫീസിൽ പോകുമ്പം ഞാനിങ്ങനെ ഡേറ്റ് ഇങ്ങനെ നോക്കി വെക്കാം. ഓക്കെ, അതായത് എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ ഭയങ്കര വിഷമമൊക്കെ വരും, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഡൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആലോചിക്കുന്നു, ഓക്കെ ഒരു 2-3 ദിവസം കഴിയുമ്പോഴേ നമുക്ക് വർക്ക്ഷോപ്പിന് പോകണമല്ലോ, അപ്പോൾ നമുക്കവിടെ തകർക്കാനുള്ളതാണ്. അപ്പം എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എനിക്കൊരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു ഫീലുണ്ട്. പോകുമ്പോൾ ഞാൻ ഈ സൺസ്ക്രീനും പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വേണം, കാരണം ഉച്ചയ്ക്ക് വർക്ക്ഷോപ്പുള്ളതല്ലേ, ആ സാധനങ്ങൾ എടുത്ത് വെക്കണ്ടേ. ദാറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. അയ്യോ, വേറെ കുറേ വേണ്ടത് നമ്മളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മുകളിൽ കൊണ്ടുപോകും. ഈ സാധനം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് നല്ല റോസ്മേരിയും വാട്ടർ കൊണ്ടുപോകും. അതിൻ്റെ കൂടെ കിട്ടിയത് ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ ആക്കി കളിക്കാം, പൊട്ടിച്ച് കളിക്കാം, കാരണം അങ്ങോട്ട് ഇരിക്കേണ്ടതല്ലേ. ഹായ്, വേണ്ട, എനിക്ക് വട്ടാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഞാനിതെല്ലാം പറക്കി വെക്കട്ടെ, എനിക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആവുന്ന പോലെ തോന്നുന്നു. ഓക്കെ, ഞാൻ ഇതെല്ലാം പറക്കി വെച്ചിട്ട് താൽക്കാലികമായിട്ട് ഞാൻ ഇപ്പോൾ നിർത്തുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ആൻഡ് സാമ്പാറാണ്. ചായ ഉണ്ടാക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചൂടുവെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. എനിക്ക് അങ്ങനെ ചായ കുടിക്കണം നല്ല നിർബന്ധമൊന്നുമില്ല, പക്ഷേ കിട്ടിയാൽ നല്ലതാണ്. പക്ഷേ എനിക്ക് പാലൊക്കെ ഇരിക്കൊണ്ട് ഞാൻ വലിയ ദിവസം നല്ലതുപോലെ അഭിനയിക്കാം. ദിസ് ഈസ് ഇനഫ്. എന്തായാലും ഞാൻ അവിടെ ചെല്ലാൻ മറ്റേ കുടുംബം കെട്ടി വെക്കും, പിന്നെ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ലൊക്കേഷനിലെത്തി. ഇവിടെ നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റ് അവരെ കാണിക്കും, എന്നിട്ട് ഹാളിലേക്ക് എൻ്റർ ചെയ്യും. ആൻഡ് ടീം നാച്ച് ഈസ് ഹിയർ. അങ്ങനെ അവരുടെ കൊറിയോഗ്രാഫി നമ്മളെ പഠിപ്പിച്ചു തരും. അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ കുറച്ച് ഗ്രൂപ്പായിട്ട് കുറച്ച് ആൾക്കാർ സെലക്ട് ചെയ്യും. അവർ സെലക്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കും. അതാണ് ഈ കാണുന്നത്. ആൻഡ് ദേ ഓൾസോ ചൂസ് മീ ടു ഡാൻസ്. ദിസ് വാസ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദ ഡേ. ഈ വീഡിയോൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളാണ് ടീം നാച്ചിൻ്റെ co-founder സോണൽ ദേവരാജ്. ഐ ആം എ ബിഗ് ഫാൻ ഓഫ് ഹർ. അപ്പോൾ എനിക്ക് ആളുടെ അടുത്ത് നിന്ന് കുറച്ച് ഡാൻസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തോ വലിയ സംഭവം പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വർക്ക്ഷോപ്പ് കഴിഞ്ഞു. ദാറ്റ് വാസ് അമേസിങ്. നമ്മൾ ഈ ഡാൻസിൻ്റെ കോറിയോഗ്രാഫി പാട്ട് അവർ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഷോക്കേസ് ഉണ്ട്, നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. നമ്മൾ ആ പെർഫോം ചെയ്യാൻ നേരത്ത് ദേ വിൽ കോൾ, അതായത് കുറച്ച് ഡാൻസേഴ്സിനെ അവർ സെലക്ട് ചെയ്തിട്ട് പെർഫോം ചെയ്യാൻ പറയും. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പം അതൊരു നല്ല രസമാണ്, കാരണം ഇവിടെ കുറേ ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു പണി കിട്ടി. എനിക്ക് പീരിയഡ്സ് ആയി കഴിഞ്ഞ് പിന്നെ ഒന്നും പറയണ്ട എൻ്റെ കാര്യം, കാരണം നല്ല പ്രശ്നം ഉണ്ടാവും. പക്ഷെ എന്നാലും ഞാനതൊക്കെ ഒന്ന് മാനേജ് ചെയ്തു. കാരണം 5 മണിയാകുമ്പോഴത്തേക്ക് ഒരു സെമി ക്ലാസിക്കൽ വർക്ക്ഷോപ്പ് ഉണ്ട്, അപ്പോൾ അത് എനിക്ക് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ പോയി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. ഇതിനിടയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതെല്ലാം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ ഈ വ്ളോഗിൻ്റെ കാര്യമേ മറന്നുപോയി. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുന്നു. പിന്നെ നമ്മൾ ഈ വർക്ക്ഷോപ്സിന് പോകുമ്പോഴുള്ള വളരെ നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ആരും ജഡ്ജ് ചെയ്യാൻ പോകത്തില്ല. ഇഷ്ടമുള്ള ഡ്രസ്സ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ പെർഫോം ചെയ്യാം, നമുക്ക് ആറ്റിറ്റ്യൂഡ് കാണിക്കാം, നമുക്ക് ഡ്രാമ കാണിക്കാം, എന്ത് കാണിച്ചു കഴിഞ്ഞാലും there will be a lot of people to cheer for you. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു
നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ വർക്ക്ഷോപ്സ് എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി 9 മണി എന്തോ ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അവിടുന്ന് പിന്നെ നേരെ ഊബർ എടുത്ത് വീട്ടിലെത്തി.